എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരേ എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മതൻ കയ്യിൽ പിടിക്കും. സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാൻ, അമ്മതൻ മുത്തായി മാറും. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം കോർത്തു വച്ച മാലയാണമ്മ. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. കൃപകളെല്ലാം കോർത്തു വച്ച മാലയാണമ്മ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 20-ാം നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ധ്യാന വിഷയം. നമ്മൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ ധ്യാനിക്കുന്നതെന്ന് തിരിച്ചറിയണം ആദ്യം. എന്തുകൊണ്ടാണ്? കാരണം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ നമ്മൾ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ വിശുദ്ധീകരണമാണ്. അപ്പോൾ ഒരാളുടെ വിശുദ്ധിയെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒരാളിൽ എങ്ങനെ വെളിപ്പെടുന്നു എന്നതിനനുസരിച്ചാണ് അയാളുടെ വിശുദ്ധി, അതിൻ്റെ മാറ്റ് നോക്കപ്പെടുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ അറിയണം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഒരു ഫലമായി വരണമെങ്കിൽ എത്ര സമയം എടുക്കും അല്ലേ? നമ്മൾ ഇന്നലെ ആനന്ദത്തെക്കുറിച്ച് കേട്ടു. ഇന്നലെ തന്നെ അങ്ങ് ആനന്ദം നമ്മളിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. കാരണം എന്താ? ആദ്യം പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുക്കണം. അതായത് ഒരു പാടശേഖരമൊക്കെ ഒരുക്കുന്നത് പോലെ, ഒരു വയൽ ഒരുക്കുന്നത് പോലെ ഹൃദയ നിലങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി സജ്ജമാക്കണം. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിൻ്റെ ഫലമായി സാവകാശം ഉണ്ടായി വരുന്നതിൻ്റെ പേരാണെന്ത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലം. ഈ സാവകാശം ഉണ്ടാകുന്നൊക്കെ നിലനിൽക്കുക കേട്ടോ. ഇത് ഞാൻ സ്പെഷ്യലായിട്ടൊരു കാര്യം ഓർപ്പിക്കുകയാണ്. അതായത് എടിപടിയെന്നൊന്നും ഉണ്ടാക്കരുത്. ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ കുക്ക് ചെയ്യുമ്പോഴും നമുക്കറിയാമല്ലോ, അമ്മമാർക്കിത് കൂടുതൽ മനസ്സിലാവും. സ്ലോ കുക്കിങ്ങിന് അതിന് ടേസ്റ്റ് വേറെയാണ്, അതിന് നല്ല ടേസ്റ്റാണ് സ്ലോ കുക്കിംഗ്. അതേസമയം ഫാസ്റ്റ് ഫുഡിൻ്റെ ടേസ്റ്റും സ്ലോ കുക്കിങ്ങിൻ്റെ ടേസ്റ്റും രണ്ടാണ്. സാവകാശം എടുക്കാൻ നമുക്ക്. എന്തിനാ ഈ തിരക്ക് പിടിക്കാതെ ആത്മീയ ജീവിതത്തിലും തിരക്ക് പിടിക്കരുത്. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന സമാധാനമാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാകണം, അതിൽ നിറയണം എന്ന് വാശി പിടിക്കരുത്. പരിശുദ്ധാത്മാവ് ഒന്ന് പ്രവർത്തിച്ച് ആദ്യം അതൊന്ന് നാമ്പെടുക്കട്ടെ, അത് കതിരി ചൂടട്ടെ. അതിൻ്റെ അവസാനമല്ലേ വിളവെടുപ്പ്. ആദ്യമേ വിളവെടുപ്പ് നടക്കുമോ? വിത്ത് വിളവെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചാലോ? നടക്കില്ല. സാവകാശം എടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ സമാധാനത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ മൂന്നാമത്തത് 1 സ്നേഹം, 2 ആനന്ദം, മൂന്നാമത്തത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് സമാധാനം. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. സമാധാനം ശരിക്കും ലോകം മുഴുവനും ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഈ വാക്കിന്, സമാധാനം എന്ന പരിശുദ്ധാത്മ ഫലത്തിന് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുണ്ട്. കാരണം എന്താ? എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. രാജ്യങ്ങൾ തമ്മിൽ സമാധാനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അയൽപക്കങ്ങൾ തമ്മിൽ സമാധാനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ സമാധാനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ സമാധാനത്തിന് വേണ്ടി ലോകം കേഴുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ബൈബിളിൽ 450ഓളം പ്രാവശ്യം ഉപയോഗിക്കുന്ന വാക്കാണ് സമാധാനം. ഉയർത്തെഴുന്നേറ്റവൻ്റെ ഏറ്റവും ആദ്യത്തെ ആശംസ എന്താണ്? സമാധാനം നിങ്ങളോടുകൂടെ. പീസ് ബി വിത്ത് യു. സമാധാനം ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ്. നമ്മൾ ഈ കിടന്ന് പാടുപെടുന്നത് മുഴുവൻ അതിനു വേണ്ടിയിട്ടാണെന്ന് ഓർക്കണേ. ഒരല്പം സമാധാനം കിട്ടാൻ വേണ്ടി. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്കറിയാം 5 പ്രാവശ്യത്തോളം പുരോഹിതൻ സമാധാനം ആശംസിക്കുന്നുണ്ട് ദൈവജനത്തിന്. അത് സുവിശേഷം കൊണ്ട് അല്ലാതെ അതിൽ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് സമാധാനം ആശംസിക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കർമാനുഷ്ഠാന വിധിയിൽ, അതായത് പുരോഹിതർ കുർബാന അർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ക്രമങ്ങളെക്കുറിച്ച് ഓരോന്നും ചെയ്യുമ്പോൾ അതിനൊരു ക്രമമുണ്ടാകണം, ഡിസിപ്ലിൻ ഉണ്ടാകണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പുരോഹിതർ മദ്ബഹായിൽ നിന്നുകൊണ്ട്, ബലിപീഠത്തിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ നമ്മൾ സിനഡ് ക്രമം അനുസരിച്ച് നമ്മൾ മദ്ബഹായിലേക്ക് നോക്കി പുരോഹിതൻ ബലിയർപ്പിക്കുന്നു. സമാധാനം ആശംസിക്കാൻ വേണ്ടി ജനത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ട് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിക്കുമ്പോൾ പുരോഹിതൻ്റെ ഇടതുകരം ബലിപീഠത്തിൽ വെക്കണം. ഇടതുകരം ബലിപീഠത്തിൽ വെച്ച്, അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കാണുന്ന അച്ഛന്മാർ മുഴുവനും അങ്ങ് തിരിഞ്ഞു നിൽക്കില്ല, ഒരു പകുതി തിരിയത്തേ ഉള്ളൂ. കാരണം എന്താ? ഇടതുകരം ബലിപീഠത്തിൽ വെച്ച് ശരീരം ചരിച്ച് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ സമാധാനം ദൈവജനമേ ഞാൻ നൽകുന്ന സമാധാനമല്ല, ഇത് ബലിപീഠത്തിൻ്റെ സമ്മാനമാണ്. ഉയർത്തെഴുന്നേറ്റവൻ്റെ പ്രതീകമായ ബലിപീഠം ഉയർത്തെഴുന്നേറ്റവൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് വെള്ള വിരിച്ചിരിക്കുന്നത് ബലിപീഠത്തിൽ. വെള്ള വിരിച്ചിരിക്കുന്നത് എന്താ? അന്ന്
കണ്ട വെള്ളക്കച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇടത് കരം ബലിപീഠത്തിൽ വെച്ച് പുരോഹിതൻ വലത് കരം കൊണ്ട് സമാധാനം ആശംസിക്കുമ്പോൾ പുരോഹിതൻ പറയാതെ പഠിപ്പിക്കുകയാണ് ദൈവജനത്തെ, ഈ ബലിപീഠത്തിൽ നിന്ന് പുറപ്പെടുന്ന സമാധാനം എന്നിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ്. സമാധാനം ദൈവത്തിൻ്റെ സമ്മാനമാണ്. സമാധാനം ഈശോയുടെ സമ്മാനമാണ്. അപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്നില്ലേ? ആരല്ലേ ആഗ്രഹിക്കാത്ത? ഇത് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് തലയാട്ടുന്നുണ്ടായിരിക്കും, ആർക്കാ അച്ഛാ സമാധാനം കിട്ടിയാൽ മോശം? ഞങ്ങളൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത്, കണ്ണീരൊഴുക്കുന്നത് ഒരല്പ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാച്ചോ. സമാധാനം ഈശോയുടെ സമ്മാനമാണ്. സമാധാനത്തെ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു വിഷ്വൽ പറയാം നിങ്ങളോട്. സിമ്പിളാണ്. ശരിക്കും ഞാൻ സമാധാനത്തെ മനസ്സിലാക്കുന്നത് അത്ര ലളിതമായിട്ടാണ്. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് ഈശോയുണ്ട് എന്ന് വിചാരിക്കുക. എൻ്റെ അടുത്ത് ഈശോയുണ്ട്. എൻ്റെ അടുത്ത് ഈശോ ഇരിക്കുമ്പോൾ ഞാൻ മെല്ലെ അവൻ്റെ തോളിലേക്ക് എൻ്റെ തല ചായ്ച്ച് അവൻ്റെ കൈ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന അനുഭവം, സമാധാനം മതി. ഇതാണ് സമാധാനം. ഇത്ര ലളിതമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനത്തിൽ ജീവിക്കണോ? ഈ ഒരു അനുഭവത്തിലേക്ക് വന്നാൽ മതി. എൻ്റെ തൊട്ടുചാരത്ത് മുട്ടിയുരുമി ഈശോ ഇരിപ്പുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ തളർന്നു, എനിക്ക് വയ്യ, എനിക്ക് ആകപ്പാടെ ഭയപ്പാടുകളാണ്, ഈ ഭൂമിയിൽ എല്ലാം എന്നെ പേടിപ്പിക്കുകയാണ്, എനിക്ക് മുന്നോട്ട് ചിന്തിക്കുമ്പോൾ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ടെൻഷനാണ്. ഇതെല്ലാമായിട്ട് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഞാൻ പതുക്കെ കർത്താവിൻ്റെ തോളത്തേക്ക് തല ചായ്ക്കുന്നു. അവൻ്റെ കൈ എൻ്റെ കൈയോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. ഇനി സുഖകരം എന്നൊക്കെ പറയുന്നത് പോലെ ഇനി സമാധാനത്തിൻ്റെ കാലമാണ്. ആ ഒരു അനുഭവമാണ്. അത്ര ലളിതമാണ് നമ്മൾ അനുഭവിക്കേണ്ട, നമുക്ക് അവകാശപ്പെട്ട സമാധാനം. ഇത് കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വിഷ്വലുണ്ട്. അതായത് എനിക്കും അത്തരം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോകുന്ന കുട്ടിയില്ലേ. ഇപ്പം എൻ്റെ വീടിൻ്റെ ഞങ്ങൾ ഒരു പുഴയോരത്താണ് എൻ്റെ വീടിരിക്കുന്നത്. വീടിൻ്റെ മുമ്പിൽ പമ്പാ നദിയാണ്. ഈ പുഴയുടെ മറുകരെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുനാളിൽ എൻ്റെ ചാച്ചൻ ആർമിയിലായിരുന്നു. അപ്പോൾ അവധിക്കാലത്തൊക്കെ വരുമ്പോൾ ഈ ആ ഉത്സവപ്പറമ്പിലൂടെയൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകും. കാരണം അന്ന് കൗതുകമല്ല ഇതൊക്കെ കാണുന്നതൊക്കെ, വല്ലപ്പോഴൊക്കെ ഇത്തരം കാഴ്ചകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അപ്പൻ്റെ കൈ പിടിച്ച് ഈ ഉത്സവപ്പറമ്പിലേക്ക് പോകുമ്പോൾ എല്ലാം ഭയങ്കര രസമാണ്, എല്ലാം കൗതുകമാണ്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? നെറ്റിപ്പട്ടം കെട്ടി ആനയുണ്ട്, വിവിധതരം മിഠായികളുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കൊതിയൂറും. ഈ ആനകളെ കാണുമ്പോൾ കൗതുകം, അത്ഭുതം. ഇനിയിപ്പോൾ ചിലപ്പോൾ നാട്ടുമ്പുറമൊക്കെ അവിടെ ഇങ്ങനെ ഫണം വിടർത്തി ആടുന്ന സർപ്പങ്ങളുണ്ടാകും. പാമ്പാട്ടിയുടെ കുഴലൂത്തിനൊപ്പം ഫണം വിടർത്തി ആടുന്ന സർപ്പങ്ങളുണ്ടാകും. അതിനെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കും. അത് കഴിഞ്ഞിട്ട് വാദ്യമേളക്കാർ അവരുടെ കൊട്ടിഘോഷങ്ങൾ, അതിൻ്റെ താളത്തിനൊപ്പം നമ്മളും ചുവട് വയ്ക്കും. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരു ഞൊടിയിടയ്ക്കപ്പുറത്ത് സ്നാപ്പ് ഓഫ് എ സെക്കൻഡ് എന്ന് പറയത്തില്ലേ, ഒരു ഞൊടിയിടയ്ക്കപ്പുറത്ത് ഈ കാഴ്ചകളൊക്കെ എന്നെ ഭയപ്പെടുത്തും. എപ്പോഴാണ്? ഏതാണ് ആ മൊമെൻറ്റ്? അപ്പൻ്റെ കൈവിട്ടു പോകുന്ന ആൾക്കൂട്ടത്തിലെ തിരക്കിനിടയിൽ ചില കാഴ്ചകൾ കണ്ട് ഞാനിങ്ങനെ മുന്നോട്ടാഞ്ഞപ്പോൾ അറിയാണ്ട് അപ്പൻ്റെ കൈവിട്ടുപോയി. അപ്പൻ്റെ കൈവിട്ടു പോകുന്ന മൊമെൻ്റ് തൊട്ട് പിന്നെ എല്ലാം എന്നെ ഭയപ്പെടുത്തുകയാണ്. ആ മുട്ടായിയിൽ ഇനി എനിക്ക് കൊതിയില്ല. ആ വിവിധ വർണ്ണങ്ങളിൽ നിരത്തി വെച്ചിരിക്കുന്ന മിഠായികളിൽ എനിക്കിനി കൊതിയില്ല. ആനകൾ എനിക്ക് കൗതുകമല്ല, എനിക്ക് ഭയമാണ്. ഈ ഫണം വിടർത്തിയാടുന്ന സർപ്പങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണ്. വാദ്യമേളക്കാരുടെ കൊട്ടിഘോഷങ്ങൾ, അവരുടെ താളമേളം എനിക്ക് സുഖകരമല്ല, അതും എന്നെ ഭയപ്പെടുത്തുകയാണ്. ഈ ആൾക്കൂട്ടം എന്നെ പേടിപ്പിക്കുന്നു. കാരണം എന്താ? ഒരൊറ്റ മൊമെൻറ്റ്. അങ്ങനെ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്ന എല്ലാത്തിനെയും നോക്കി പേടിക്കുന്ന, വിറച്ചു നിൽക്കുന്ന എൻ്റെ കൈകളിലേക്ക് വീണ്ടും അപ്പൻ്റെ കൈ വന്നിങ്ങനെ ചേരുകയാണ്. അപ്പൻ്റെ കൈ വന്ന് ചേരുന്നതോടുകൂടി എല്ലാം പഴയപടി. ഇനി എനിക്കൊന്നിനെയും പേടിയില്ല. എൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ പീസ്, സമാധാനം. അതുകൊണ്ട് ഇന്നതേ സമാധാനമില്ല എന്ന് പറഞ്ഞ് മിഴി നിറയുന്നവരോട്, എല്ലാറ്റിനെയും പേടിക്കുന്നവരോട്, ഒരു മഴ പെയ്തിറങ്ങുമ്പോഴും, ഒരു വരുമാന ബുദ്ധിമുട്ട് തടസ്സമുണ്ടാകുമ്പോഴും, ബിസിനസ്സിലൊരു തകർച്ചയുണ്ടാകുമ്പോഴും, ഒരു കലഹമുണ്ടാകുമ്പോൾ, എല്ലാറ്റിനെയും കണ്ട് പേടിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. അപ്പൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ടില്ലെങ്കിൽ എല്ലാം നമ്മളെ ഭയപ്പെടുത്തും, സ്വാഭാവികം. അപ്പൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, കേവലം ഈ ഭൂമിയിലെ അപ്പൻ്റെ കയ്യിൽ പിടിക്കുന്ന ഒരു കൊച്ചിന്
ഇത്രമേൽ കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാകുമെങ്കിൽ സ്വർഗത്തിലെ എൻ്റെ അപ്പായുടെ കരം കരുത്തുറ്റ അധികാരമുള്ള സർവശക്തനായ എൻ്റെ അപ്പായുടെ കൈകളിൽ ഞാൻ പിടിച്ചാൽ പിന്നെ എനിക്ക് ആത്യന്തിക സമാധാനമല്ലേ, പിന്നെ എന്നെ ഒന്നിനും ഭയപ്പെടുത്താൻ പറ്റില്ല. ആ അനുഭവം അത് സാധാരണക്കാർ കിട്ടില്ല. അച്ഛാ അങ്ങനെയൊക്കെ എങ്ങനെ പറ്റും? പറ്റില്ല. അങ്ങനെയൊക്കെ എങ്ങനെ പറ്റും? പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റാണ്. പരിശുദ്ധാത്മാവ് തന്നാലേ കിട്ടൂ ഇത്തരം അനുഭവം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നേ. ഇതെല്ലാവർക്കും കിട്ടുമെങ്കിൽ, ഇതെല്ലാവർക്കും മനസ്സിലാകുമെങ്കിൽ ഇതിനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് വിളിക്കണ്ട. പരിശുദ്ധാത്മാവിൻ്റെ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്സ് ആണ് ഇതൊക്കെ. അതിനുവേണ്ടി ആഗ്രഹിക്കണം. അതായത് ഇന്നലെ നമ്മൾ ചിന്തിച്ച ആനന്ദത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഒന്നും നമ്മളെ ഭയപ്പെടുത്തില്ല, നമ്മൾ സമാധാനത്തിലായിരിക്കും. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്തു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 12-ാം വാക്യം. ഏശയ്യാ 55:12 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. എന്താ ഇന്നലെ പറഞ്ഞ ആനന്ദം? നിങ്ങൾ ആനന്ദത്തോടെ നടക്കും. അടുത്തത് സമാധാനത്തിൽ നയിക്കപ്പെടും. അടുത്തത് മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും. അതായത് ഈ മലകളും കുന്നുകളും ശരിക്കും ഒരു യാത്രകൻ്റെ വഴിയിലെ തടസ്സങ്ങളാണ്. വനവൃക്ഷങ്ങൾ തടസ്സങ്ങളാണ്. പക്ഷേ നീ സമാധാനത്തിൽ നയിക്കപ്പെടുമ്പോൾ, ആനന്ദത്തിൽ പുറപ്പെടുമ്പോൾ, ദേ മലകളും കുന്നുകളും വനവൃക്ഷങ്ങളും നിന്റെ മുമ്പിൽ കീർത്തനം ആലപിക്കും, നൃത്തം ചവിട്ടും, തടസ്സങ്ങൾ മാറിപ്പോകുമെന്ന് സമാധാനമുള്ളവരുടെ മുമ്പിൽ നിന്ന്. അതാണ് അടുത്തത് പറയുന്നത്. ഇങ്ങനെയാണത്: മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും നിന്റെ ജീവിതത്തിൽ. ഈ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ സമാധാനത്തിലേക്ക് വരുന്നവൻ്റെ ജീവിതത്തിൽ ഇനി മുള്ളുകളില്ല, ഇനി കാരയ്ക്ക് പകരം സൗഗന്ധികം തളിർക്കും. ഈ അനുഭവം ഉണ്ടാകും. ഇത് വീണ്ടും ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം പ്രാർത്ഥിക്കേണ്ട വാക്യമാണ്. ഫിലിപ്പിയർ 4:6-7. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ അടുത്തത്, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിശിഹായിൽ കാത്തു. നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് കിട്ടും. അതിനുവേണ്ടി ആഗ്രഹിക്കണം. ഈ സമാധാന അനുഭവത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കേണ്ടത്, അപ്പൻ്റെ കൈ പിടിച്ചിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. ഇത് മതി. ഞാൻ പറഞ്ഞില്ലേ, പതുക്കെ നമ്മൾ ആത്മശോധനയിലേക്ക് വരികയാണ്. ഇന്നത്തെ ഹോംവർക്ക്, അപ്പൻ്റെ കൈ പിടിച്ചാണോ ഞാൻ നടക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യണം. അപ്പൻ്റെ കൈ പിടിച്ചാണോ? അപ്പോൾ ഇത് ഈ കൈ വിട്ടു പോകുന്ന സാഹചര്യം ഓർക്കണേ. അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുക. അപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം വരും, നമുക്ക് കൊതി വരും. നമുക്കറിയാലോ, നമ്മുടെ അപ്പന്മാർ നമ്മളെ വിടുവോ? നമ്മൾ അങ്ങോട്ടായും അപ്പൻ ഇങ്ങോട്ട് വലിക്കും, നമ്മൾ പിന്നെ അങ്ങോട്ടായും അപ്പൻ ഇങ്ങോട്ട് വലിക്കും. അവസാനം നമ്മൾ എന്ത് ചെയ്യും? അപ്പൻ്റെ കൈ കുടഞ്ഞങ്ങ് മാറ്റിയിട്ട് നമ്മൾ ഓടും. ഈ ഓടിച്ചെല്ലുന്നത് പാപത്തിലേക്കാണെന്ന് ഓർക്കണേ. അതോടുകൂടി നമ്മളെല്ലാം ഭയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക്, അപ്പൻ്റെ കൈ വിട്ട് കുതറിയോടിയ നേരങ്ങളെ ഓർത്തെടുത്ത് അനുദപിക്കുക. ഇങ്ങനെ ചിന്തിച്ചു, അപ്പൻ്റെ കൈവിട്ട് കുതറിയോടിയ നേരങ്ങളെ ഓർത്ത് അനുദപിക്കുക. എന്നിട്ട് തിരിച്ച് അപ്പൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരത്തെ ചേർത്ത് വയ്ക്കുക. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. സമാധാനമെന്ന വലിയ ഫലത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: അപ്പൻ്റെ കൈ പിടിച്ചാണോ ഞാൻ നടക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യുക. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ
ഭോജനദ്രവ്യം അവനാരാധന. ഹോസാന ഹല്ലേലൂയ, 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 ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. ഈശോയെ, സമാധാനത്തിൻ്റെ രാജാവേ, നിങ്ങൾക്കു സമാധാനമെന്ന ഉത്ഥാനാശംസ ഞങ്ങൾക്കായി നൽകിയവനെ, നിനക്ക് ആരാധന. ഈശോയെ, നിന്റെ ആത്മാവിൻ്റെ ഫലമായ സമാധാനത്തെക്കുറിച്ച് ധ്യാനിച്ച് നിന്റെ സന്നിധിയിൽ സമാധാനത്തിനു വേണ്ടി യാചിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. കർത്താവേ, നിന്റെ ജനത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ് സമാധാനം. സമാധാനക്കേടുകളുടെ ഇരവ് പകലുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവേ, നിന്റെ സമാധാനം, മാറിപ്പോകാത്ത സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, അസ്വസ്ഥതകൾ ഏറുമ്പോൾ, ജീവിതം കയ്പുള്ള അനുഭവമായി മാറിപ്പോകുമ്പോൾ ഞങ്ങൾ കൊതിക്കുകയാണ് സമാധാനത്തിനായി. ഉറക്കമില്ലാത്ത രാത്രികൾ നിരന്തരമെന്ന വണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ, സമാധാനക്കേടിൻ്റെ ഇരുട്ടനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, ഈശോയെ, സമാധാനത്തിൻ്റെ വെട്ടം ഞങ്ങൾക്ക് നൽകണമേ. ഈശോ, നിന്റെ സാന്നിധ്യമാണ് ഞങ്ങളുടെ സമാധാനമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. നിന്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നത്, യഥാർത്ഥ സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പാ, നിന്റെ കരം പിടിക്കുന്നിടത്തോളം കാലം സമാധാനത്തിൽ ഈ മണ്ണിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. നിന്റെ കരം വിട്ടുപോകുമ്പോൾ, ചില കൗതുകങ്ങളുടെ പിന്നാലെ നിന്റെ കരം തട്ടിത്തെറിപ്പിച്ച് ഞങ്ങൾ ഓടി അകലുമ്പോൾ മിച്ചം കിട്ടുന്നത് സമാധാനക്കേട് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുകയാണ്. ഈശോയെ, കർത്താവേ, നിന്റെ കരം പിടിച്ച് നിന്റെ സാന്നിധ്യം അനുഭവിച്ച് സമാധാനത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആനന്ദത്തിൻ തുടർച്ചയായ സമാധാനം, മലകളും കുന്നുകളും മാറിപ്പോകുന്ന, വനവൃക്ഷങ്ങൾ കീർത്തനങ്ങൾ ആലപിക്കുന്ന സമാധാനത്തിൻ്റെ വഴി ഞങ്ങൾക്കായി നീ വെട്ടിത്തുറക്കണമേ കർത്താവേ. ഈശോയെ, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവജനം, നിരവധിയായ സമാധാനക്കേടുകളിലൂടെ കടന്നു പോകുന്നവർ, ആന്തരികമായൊരു സമാധാനം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നവര്, ഒരിക്കലും ഒരു സ്വസ്ഥത അനുഭവിക്കാൻ പറ്റാതെ പോകുന്നവര്, ഈശോയെ, കുടുംബത്തിൽ അശാന്തിയുടെ ലക്ഷണങ്ങൾ കാണുന്നവര്, ദാമ്പത്യ ജീവിതങ്ങൾ ഭിന്നതയുടെ വക്കിലെത്തി നിൽക്കുന്നവര്, കർത്താവേ, സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ. കൂടപ്പിറപ്പുകൾ തമ്മിൽ യുദ്ധം മുഴക്കി നിൽക്കുന്നവര്, കർത്താവേ, സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. ദേശങ്ങൾക്കിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ സമാധാനം സമ്മാനിക്കണമേ കർത്താവേ. ഈശോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സഹനങ്ങൾ എനിക്ക് നൽകിയ തിരിച്ചറിവാണ് നിന്റെ സാന്നിധ്യത്തിൻ്റെ വില. നിന്നിൽ നിന്ന് അകലുമ്പോൾ, നിന്നിൽ നിന്ന് ദൂരമിട്ട് നടക്കുമ്പോൾ കണ്ണീര് തേടി വരുമെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. കർത്താവേ, അത്തരം കണ്ണീരിൻ്റെ കാലങ്ങൾ എന്നെ കുറെ കൂടെ നല്ല ശിഷ്യനാക്കി, നല്ല ശിഷ്യയാക്കി മാറ്റുകയായിരുന്നു.
കണ്ണീരിൻ്റെ കാലങ്ങളിലാണ് കർത്താവേ നിന്റെ സാന്നിധ്യത്തിൻ്റെ വില ഞാൻ തിരിച്ചറിഞ്ഞത്. മറ്റാരെ കൊണ്ടും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം സങ്കടങ്ങളുടെ പടുകുഴിയിലേക്ക് ഞാൻ വീണുപോയ കാലങ്ങളിൽ നിന്റെ സാന്നിധ്യമാണ് കർത്താവേ എൻ്റെ ആശ്വാസമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈശോ, സഹനങ്ങളെ ഓർത്ത് പരാതിയില്ല കർത്താവേ, നടന്ന കനൽ വഴികളെ ഓർത്ത് പരിഭവമില്ല കർത്താവേ. ഒരൊറ്റ യാചനയുള്ളൂ, ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, നിന്റെ സാന്നിധ്യം വേണം. ഈശോയെ, നിന്റെ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവേ. ഗത്സമനിയിൽ നിന്റെ പ്രാർത്ഥന പോലെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റപ്പാ എന്ന് പറഞ്ഞു നീയും പ്രാർത്ഥിച്ചില്ലേ? തൊട്ടടുത്ത നിമിഷം ദൈവഹിതത്തിന് നീ നിന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മാലാഖയെ നിനക്കായി അയച്ചില്ലേ? കർത്താവെ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. സഹനങ്ങളെല്ലാം എടുത്തു മാറ്റണമേ എന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. സഹനക്കാറ്റിൽ വാടിപ്പോകാതിരിക്കാൻ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. നീ ഞങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഏത് കാട്ടുവഴികളിലൂടെയും ഞങ്ങൾ നടക്കും കർത്താവെ. ഒരു മുൾപാതയും ഞങ്ങളെ നൊമ്പരപ്പെടുത്തില്ല കർത്താവെ. നിന്റെ സാന്നിധ്യം വേണം ഞങ്ങൾക്ക്. ഈശോയെ, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതിയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോൽ, ശോധനയിൽ ചോളയതിൽ പൊന്നു പോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥാ, നിൻ സാന്നിധ്യം മതി. ദൈവജനമേ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഹൃദയത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥന സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി എന്ന് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവജനം ഒറ്റയായി പോയി എന്ന് തോന്നുന്നവര്, ആരും തുണയ്ക്കില്ല എന്ന് തോന്നി തകർന്നിരിക്കുന്നവര് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി. ഞങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ആവലാതിപ്പെടുന്നവര് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി. ഞങ്ങൾ സ്നേഹിച്ചവര് തിരികെ സ്നേഹിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ഒരുപാട് പാടുപെട്ടവര്, അവർക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് പകരം ഒരു പ്രതിസ്നേഹം, ഒരു നന്ദി കാണിക്കുന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം. ഈശോയെ, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി. മുന്നോട്ട് നടക്കാൻ വഴി കാണാനാകാത്ത വിധം കുറ്റാക്കുരിട്ട് കൺമുമ്പിൽ തെളിയുന്ന കാലത്ത് തളർന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി. ദൈവജനമേ, നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വലിയ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥാ, നിൻ
സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി, നാഥാ നിൻ സാന്നിധ്യം മതി. ഈശോയുടെ സാന്നിധ്യത്തിന്റെ അനുഗ്രഹത്തിന് യാചിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. നിൻ സാന്നിധ്യം മതി, നാഥാ നിൻ സാന്നിധ്യം മതി, 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 നിൻ സാന്നിധ്യം മതി, നാഥാ നിൻ സാന്നിധ്യം മതി. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച
ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. എന്നീശുവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരേ എന്നീശോ